ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൗസർ ഇസ്ലാമിക് സ്റ്റഡീസ് ഒരുക്കുന്ന റമദാൻ സ്പെഷ്യൽ വിഭവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു അമലി ഇബ്നി ആദമ യുദാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളഇഫിൻ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങൾക്കും മിനിമം 10 പ്രതിഫലമാണ് നൽകുക. പിന്നെ മനുഷ്യൻ്റെ ആത്മാർത്ഥതയുടെ തോതനുസരിച്ച് 700 ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു വചനം പ്രവാചകൻ നമ്മെ കേൾപ്പിച്ചു. അള്ളാഹു അറിയിച്ചു, ഇല്ല സൗ, പക്ഷെ നോമ്പിൻ്റെ കാര്യം അങ്ങനെയല്ല. ഫഇന്നഹു ലീ വഅന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ നമ്മെ അറിയിക്കുകയാണ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നതും നാമാണ്. എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ്. എല്ലാത്തിനും പ്രതിഫലം നൽകുന്നതും അള്ളാഹു ആയിരിക്കെ നോമ്പിൻ്റെ കാര്യം മാത്രം അള്ളാഹു അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട്. യദഉ ശഹ്വതഹു വത്വഅമഹു മിൻ അജലി. ഒരു നോമ്പുകാരൻ അവൻ ആഹാരം കഴിക്കാതിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, വെള്ളം കുടിക്കാതെ ദാഹം സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അവൻ്റെ വികാരങ്ങൾ ഒതുക്കി പിടിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നോമ്പിന് ഞാൻ കനത്ത പ്രതിഫലം അവന് നൽകും എന്ന് അല്ലാഹു തആല അറിയിച്ചത്. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വയറ് നിറയെ ഫുഡ് കഴിച്ച് ഒരു നോമ്പുകാരൻ്റെ ക്ഷീണം അഭിനയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് അവന് വരാം. പക്ഷേ അപ്പോഴും എനിക്ക് വേണ്ടി അവൻ വിശപ്പ് സഹിച്ചു, എനിക്ക് വേണ്ടി വെയിലത്ത് ദാഹം സഹിച്ചു. നോക്കാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും അവൻ്റെ കണ്ണടച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു. സംസാരിക്കാൻ അവന് കഴിയുമായിരുന്നിട്ടും അനാവശ്യങ്ങൾ പറയാതെ, ചീത്ത വിളിക്കാതെ, ഗീബത്തും പരദൂഷണവും പറയാതെ നാവിനെ നിയന്ത്രിച്ചത് എൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചായിരുന്നു. അതുകൊണ്ട് കനത്ത പ്രതിഫലം ഞാൻ അവന് നൽകും എന്നാണ് അള്ളാഹു അറിയിച്ചത്.